മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മട്ടന്നൂരിൽ മെഗാ ശുചീകരണം നടത്തി. നഗരത്തെ 7 മേഖലകളാക്കി തിരിച്ച് നടത്തിയ ശുചീകരണത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തു. രാവിലെ മുതൽ ആരംഭിച്ച ശുചീകരണം മണിക്കൂറോളം നീണ്ടുനിന്നു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഓട്ടോ, ടാക്സി, ചുമട്ടുതൊഴിലാളികൾ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡന്റ് അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മട്ടന്നൂർ നിയോജക മണ്ഡലം നിയുക്ത MLA VK സനോജ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് ഓരോ ആളുകളും അത്ഭുതപ്പെടുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും അടുക്കളപ്പുറത്തേക്കുള്ള വളപ്പിലേക്ക് വലിച്ചെറിയുന്ന ശീലമായിരുന്നു നമുക്കുണ്ടായത്. അതെല്ലാം ഗൗരവമായ തെറ്റാണ് എന്നുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ കാര്യത്തിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മട്ടന്നൂർ നഗരസഭയാണെങ്കിൽ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് വലിയ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ ഷാജിദ് മാഷയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിനും. നഗരസഭാ ചെയർമാൻ N ഷാജിദ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ O പ്രീത, നഗരസഭാ സെക്രട്ടറി PN അനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VK സുഗതൻ, K മജീദ്, കൗൺസിലർമാരായ P രാഘവൻ, PP അബ്ദുൾ ജലീൽ, A മധുസൂദനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ UK സനിൽകുമാർ, KM പ്രസാദ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 10 മുതൽ 17 വരെ വിവിധ വാർഡുകളിൽ ശുചീകരണം നടത്തും. 16-ന് നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്ഥാപനങ്ങളും വൃത്തിയാക്കും. 17-ന് ശുചിത്വത്തിനായി 1 മണിക്കൂർ എന്ന പേരിൽ നഗരസഭയിലെ മുഴുവൻ വീടുകളും പരിസരവും ശുചീകരിക്കും. ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളും ഞായറാഴ്ചകളിൽ വീടുകളും ഡ്രൈ ഡേ ആചരിച്ച് കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തണം. എല്ലാ പൊതു സ്വകാര്യ പരിപാടികളിലും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുകയും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുകയും വേണം. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ശുചിത്വവും മാനദണ്ഡങ്ങളും പാലിക്കണമെന്നും നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.